എന്നാ ശരി, ഞാൻ പോട്ടെ. ശരി മാഡം. ആകാശേ, ചാരുപോളെ. ആകാശേ. ആകാശവരെ. മക്കളെ, ഒരു പ്രധാന വിശേഷമുണ്ട്. എന്താ ബാലമ്മേ? സന്തോഷത്തിലാണല്ലോ. എന്ത് വിശേഷം അച്ഛാ? അതെ, ചാരുമോള് നമ്മുടെ പാടത്ത് വിതച്ച നെന്മണികൾ കൊയ്യാറായി. ആരെങ്കിലും ചെന്ന് കണ്ടിരുന്നോ? ചാരുമോളല്ലേ വിത്ത് വിതച്ചത്? 100 പേനി വിളവാ. എല്ലാ വർഷത്തെക്കാളും കൂടുതൽ വിളവ് ഇത്തവണ ഉണ്ടാവും. പണ്ടൊക്കെ ഈ നാട്ടിൽ കൊയ്ത്തുത്സവം ഉണ്ടായിരുന്നു. ഇപ്പൊ കൊയ്ത്ത് യന്ത്രം വന്നതോടുകൂടി അതൊക്കെ നിന്നു. എന്നാലും നമുക്കിതൊരു ആഘോഷാക്കണം. കൊയ്ത്ത് യന്ത്രം എത്തിക്കഴിഞ്ഞു. നാളെ തന്നെ നമുക്ക് പാടത്ത് കൊയ്ത്ത് നടത്തണം. അതിന് തുടക്കവും ചാരുമോളുടെ കൈകൊണ്ടാവണം. അതെ, ഈ വീട്ടിൽ ഇവര് രണ്ടുപേരും മാത്രമല്ല ഉള്ളത്. അതിന് എല്ലാ കാര്യത്തിലും ഈ വേർതിരിവ് എന്തിനാ? ഒരു വേർതിരിവില്ലേ അമ്മേ? നിങ്ങളോട് ആരോടും വരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എടോ മാഷേ, ഞങ്ങളോട് വരണമെന്നും പറഞ്ഞില്ലല്ലോ. ആയിരപ്പറയിലെ പാടത്തിനും പറമ്പിനും ഒക്കെ ഞങ്ങളും അവകാശികളാ. അതെ, എല്ലാവരും അവകാശികളാ. എന്നിട്ട് ഇതുവരെ ഒരെണ്ണത്തിനെയും പാടത്ത് കണ്ടില്ലല്ലോ. വെറുതെ തെക്ക് വടക്ക് നടക്കുകയല്ലേ. ഏതോ ഒരു പെണ്ണിന്റെ ജോലി അന്തസ്സും കണ്ട് അതിനെ കല്യാണം കഴിക്കാൻ നടക്കുന്ന ഒരുത്തൻ. നിന്റെ ഭർത്താവാണെങ്കിൽ വെള്ളയും വെള്ളയിട്ട് സ്വന്തം ഭാര്യയുടെ കെട്ടുതാലി വരെ രഹസ്യമായി വിൽക്കാൻ നടക്കുന്നു. ഈ നേരം കൊണ്ട് അവകാശികൾക്ക് പാടത്ത് കൃഷി ഇറക്കായിരുന്നല്ലോ, വരുമാനവും കിട്ടിയാൽ. ആകാശികളൊന്നും പാടത്തിറങ്ങുന്നില്ലല്ലോ. അത് കൊള്ളാം. ഉള്ള നല്ല സർക്കാർ ജോലി കളഞ്ഞ് ഇവൻ പാടത്തിറക്കണമെന്നാണോ പറയുന്നത്? പിന്നെ ചാരുമോളും അധ്വാനിക്കുന്നവളാ. ഇത്രയും നാള് ഇവൾ വെച്ച് വിളമ്പിയതല്ലേ 4 നേരം നിങ്ങൾ വിഴുങ്ങിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഇവള് കച്ചവടത്തിനും പോയി. അതും അന്തസ്സിന് കേടാണെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ നീ. തർക്കിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഈ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോവാ. അതിനു മുമ്പുള്ള കൊയ്ത്തുത്സവത്തിന് എല്ലാരെയും വിളിക്കണം. അതല്ലേ അതിന്റെ ഒരു മര്യാദ. എല്ലാ കൊല്ലവും പണിക്കാർക്ക് ഇവിടെ ഭക്ഷണവും വസ്ത്രമൊക്കെ കൊടുക്കാറുണ്ടല്ലോ. എല്ലാവരെയും വിളിക്കണം നീ പറഞ്ഞതില് ആ പെണ്ണ് പെടുവോ? എന്താ സംശയം? ശ്രേയ ഈ വീട്ടിൽ വന്നു കയറേണ്ട പെണ്ണല്ലേ, നിങ്ങളുടെ മൂത്ത മരുമകളായിട്ട്. അത് വന്നു കയറുമ്പോഴല്ലേ അപ്പൊ ആലോചിക്കാം. അതെങ്ങനെ ശരിയാവും? ഞാൻ ശ്രേയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചല്ലേ. അവൾ എന്റെ പെണ്ണാ, ഈ വീട്ടിലെ അംഗം. അതൊക്കെ നിന്റെ മനസ്സിലെ ചിന്തയല്ലേ. ഞങ്ങളാരും അങ്ങനെ കരുതിയിട്ടില്ല. ബാലമ്മേ, എല്ലാരെയും വിളിക്കുന്നോണ്ട് തെറ്റില്ലല്ലോ. വേറെ ആരെ വിളിച്ചാലും ആ പെണ്ണിനെ ഈ വീട്ടിലേക്കോ പാടത്തേക്കോ അടുപ്പിക്കില്ല ഞാൻ. അച്ഛന് ശ്രേയയോട് ദേഷ്യവും ഇഷ്ടക്കേടും ഒക്കെ ഉണ്ടാവും. പക്ഷേ അരവിന്ദിനെ കൂടി ഓർക്കണം. ഇവന്റെ ഭാര്യയാവാൻ പോകുന്നവളാ ശ്രേയ. എനിക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല. മക്കളെ, നാളെ രാവിലെ തന്നെ പോകാൻ റെഡിയായിക്കോ. പിന്നെ ഇവിടെയുള്ള മറ്റുള്ളവരോട് വരണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇഷ്ടമുണ്ടെങ്കിൽ നല്ല മനസ്സോടെ പങ്കെടുക്കാം. ഗോവിന്ദ, വാ.
ഈ ജന്മത്തിൽ എനിക്ക് കിട്ടിയ ശാപം അയാള് ഒരു അയാള് പറയുന്നൊന്നും നമ്മൾ നോക്കണ്ട.